ഇന്നതാ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഗെറ്റ് റെഡി ഫോർ ഓണം ആയിട്ട് വന്നേക്കാണ് കേട്ടോ. ഇവിടെ ഇത്ര നേരത്തെ ഓണം ആഘോഷിക്കുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ തിരുവോണത്തിന്റെ അന്ന് എല്ലാവർക്കും അവധിയാണ്, അന്നാണ് എല്ലാവരും ആഘോഷിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ എല്ലാവർക്കും ആ ഒരു ദിവസം അവധി കിട്ടണമെന്നില്ല. അതേപോലെ ഒരു വലിയ ഓഡിറ്റോറിയം കിട്ടണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പല മലയാളി അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ മലയാളി അസോസിയേഷനിലും ഓരോ ഡേറ്റിലാണ് കേട്ടോ ഓണം ആഘോഷിക്കുക. അപ്പം നമുക്ക് ഒരുപാട് ഓണാഘോഷങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാ വർഷവും ഒരു ഓണാഘോഷം അല്ലെങ്കിൽ മാക്സിമം 2 ഓണാഘോഷം അത്രേ അറ്റൻഡ് ചെയ്യാറുള്ളൂ. അപ്പം ഈ വർഷം എന്നല്ല, കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഞാൻ MA യിലാണ് കേട്ടോ ഓണം ആഘോഷിക്കുക. EMAA, എഡ്മണ്ടൺ മലയാളി അസോസിയേഷൻ ഓഫ് ആൽബർട്ട, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷ്നപ്പായി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇടേണ്ട കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതുവരെ അത് ചെയ്തിട്ടില്ല. 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. 8:30 കഴിഞ്ഞു, അല്ല 8:45. ഒറ്റ മണിക്കൂറിൽ പടപടാന്ന് റെഡിയായിട്ട് പോണത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. സാധാരണ ആൾക്കാർ 2-3 മണിക്കൂറൊക്കെ എടുത്ത് റെഡിയാവും. ഞങ്ങൾ ഒറ്റ മണിക്കൂറിൽ റെഡിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. എന്തായാലും ഞാൻ പിള്ളേരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. റോങ്കുട്ട് എന്താ ഈ ഒരു ബ്ലാക്ക് ജുബയാണ് കേട്ടോ ഇടുക. കൃഷ്ണന്റെ പടമുള്ളൊരു ജുബയും പിന്നെ ഒരു മുണ്ടും. ഇത് റോയിച്ചൻ സെറ്റാക്കി കൊടുക്കുമായിരിക്കും. എനിക്ക് ഇത് ഉടുപ്പിക്കാൻ അറിയില്ലാത്തത് കൊണ്ട്. ഇത് സ്റ്റിക്കർ മുണ്ടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഉടുക്കേണ്ട എങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ റോയിച്ചന്റെ കയ്യിലേക്ക് സെറ്റാക്കി കൊടുക്കുക. എന്നാ റോണോ ഇത് പപ്പയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് സെറ്റ് ആക്കണം കേട്ടോ. ആയിരത്തിയുടെ ഇത് പിങ്ക് ആണ് കേട്ടോ, ഡാർക്ക് പിങ്ക് പട്ടുപാവാടയും ബ്ലൗസുമാണ്. പക്ഷെ പാവാട വന്നിട്ട് സെറ്റിന്റെ പാവാടയാണ് കേട്ടോ അവർക്ക്. നന്നായിട്ടുണ്ട്. അവൾ ഇട്ട് നോക്കിയിട്ട് നല്ല രസമുണ്ടായി. ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാം. എൻ്റെ ഹാഫ് സാരിയാണ്, ഗ്രീൻ കളർ ഹാഫ് സാരി. ഇത് തേക്കണം ഇനി. അയ്യോ സമയമില്ലല്ലേ. തേച്ച് സെറ്റ് ആക്കണം. പിന്നെ ഞങ്ങൾ 1-2 ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സെലിബ്രേഷന് പോകാൻ. അല്ലേ റോണോ? റോയിച്ച് മാത്രം വരില്ല, കാരണം റോയിച്ചിന് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി മാൻ ആണ്. ബിസി മാൻ ആണ്, അതുകൊണ്ട് റോയിച്ചും വരില്ല. പക്ഷെ ഞാനും അപ്പയും അമ്മയും ചിക്കും പോയി തകർക്കാൻ പോവാണ് പിള്ളേരുടെ കൂടെ. അല്ലെ മക്കൾസ്? ആർ യു ഗൈസ് റെഡി? ഇവിടെ വന്നിട്ട് പറ, കാണാൻ പാടില്ല. റെഡി? ഞങ്ങൾ വർഷത്തിൽ 1-2 ഓണസദ്യ കഴിക്കും. റോജിന് മാത്രം അത് കിട്ടാറില്ല. റോജ് എന്നും ജോലി. ഇവിടെ മലയാളി അസോസിയേഷൻസ് എപ്പോഴും സാറ്റർഡേസ് ആയിരിക്കും ഓണം സെലിബ്രേറ്റ് ചെയ്യുക. സാറ്റർഡേസ് ഒക്കെ പുള്ളിക്ക് ജോലി ആയതുകൊണ്ട് പുള്ളിക്ക് ഞങ്ങൾ അവധി ആയതുകൊണ്ട് ഞങ്ങൾ പോയി എൻജോയ് ഒക്കെ ചെയ്യും. അല്ലേ ചേ? ആരും ഒന്നും വിചാരിക്കരുത്, അവസാന നിമിഷമാണ് എല്ലാ പണിയും ഞാൻ ചെയ്യാറ്. എല്ലാ പണിയും ഞാൻ പറയില്ല, ചില പണികൾ അവസാന നിമിഷത്തേക്ക് വെക്കുന്നത് എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. അതിന്റെ പേരിൽ റോജ് തന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കും. ഇന്ന് എന്തായാലും ചീത്ത പറയില്ല എന്ന് വിചാരിക്കും. നേരത്തെ മുൻകൂട്ടി പറഞ്ഞ പിന്നെ ചീത്തയെ കണ്ടല്ലോ. അവസാന നിമിഷം തേക്കാനായിട്ട് വന്നേക്കാം. ഓക്കെ, എന്റെ ഹാഫ് സാരി ഒക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ്. തേച്ച് തീരുമ്പോ റെഡി ആയി പോവും. ഡാൻസിന് മുമ്പെങ്കിലും എത്താൻ പറ്റിയാതായിരുന്നല്ലേ. ഇതാണ് കേട്ടോ കുഞ്ഞിപ്പെണ്ണ് ഇന്ന് ഡാൻസിനിടുന്ന കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ഇത് ബോയൊക്കെ ഉണ്ട്. പിന്നെ റോബോട്ടിൻ്റെത് ഇതുമാണ് കോസ്റ്റ്യൂം. എൻ്റെ ഞാൻ പിന്നെ കാണിച്ചു തരാം, സർപ്രൈസാ. അപ്പോൾ ഞങ്ങൾ ഓൾ സെറ്റാണ്. 9:45 ഇറങ്ങേണ്ടത് 10:15 ഇറങ്ങിയെന്ന് മാത്രം. കുഞ്ഞിപ്പെണ്ണിനെ താലപ്പൊലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരത്തെ പോകുന്നത്. പക്ഷെ ഇന്ന് താലപ്പൊലിക്ക് എനിക്ക് കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് 10:30 അവിടെ എത്തണമായിരുന്നു. എത്തൂലല്ലോ. ചിക്കുവിനെ പോയി പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോവാൻ. അപ്പോഴത്തേക്കും ഒരു 11 മണിയാവും. താലപ്പൊലിയുടെ ടൈമൊക്കെ കഴിയുമ്പോ തന്നെ ഇനിയിപ്പോ എന്താ ചെയ്യണേ? നമുക്ക് നെക്സ്റ്റ് ഇയർ താലപ്പൊലി എടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവാണ്. ഞങ്ങളുടെ കോസ്റ്റ്യൂമും ഞങ്ങളുടെ എന്തായാലും പറയണെന്ന് വെച്ചാൽ മേക്കപ്പ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത് കുഞ്ഞിപ്പെണ്ണിന്റെ 8 മാസം അങ്ങാണ്ടുള്ളപ്പം ഞങ്ങൾ മേടിച്ചൊരു ഹാഫ് സാരി ആയിരുന്നു. ഇപ്പോഴാണ് ഞാനത് ഇടുന്നതെന്ന് മാത്രം. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ ആരുവിന്റെ പുതിയതാണ് കേട്ടോ, റോണുവിന്റെ പുതിയത്. ഇന്നലെ പോയി മേടിച്ച ഞങ്ങള് നമ്മുടെ ഇവിടെ ഒരു മലയാളി ചേച്ചിയുടെ കയ്യിൽ നിന്ന്, മലയാളി കുട്ടിയുടെ കയ്യിൽ നിന്ന്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഓൾ സെറ്റാണ് ഓണം സെലിബ്രേഷന് പോകാൻ വേണ്ടി. ലെറ്റ്സ് ഗോ ഫോർ ഓണം. ഓക്കെ, ഞങ്ങളിതാ MA പരിപാടിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്, ബാൽവിൻ കമ്മ്യൂണിറ്റി ഹാളിൽ. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ചിക്കുസ്? കാണാൻ സൂപ്പറല്ലേ? ഞാനും എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ. പിന്നെ പിള്ളേരും ഒക്കെ സെറ്റായിട്ടുണ്ട്. റിലാക്സസ്. ഈ വണ്ടി കൂട്ടിയൊന്നും നോക്കിയാലേ അപ്പം ജസ്റ്റ് അതിൽ പോയിട്ട് ടച്ച് ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം അകത്തേക്ക് കയറിയിട്ട്. ചെണ്ടമേളവും മറ്റേ താലപ്പൊലിയൊക്കെ കഴിഞ്ഞു. എൻ്റെ കുഞ്ഞിപ്പെണ്ണായിരുന്നു താലപ്പൊലി എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പേരൊക്കെ കൊടുത്തു. പക്ഷേ സമയത്തെത്താൻ പറ്റാത്ത ഒരു കുടുംബം ആയതുകൊണ്ട് എവിടെയും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഇനി അവിടെ എത്തിയിട്ട് കാണാം.
ചിക്കു നിന്നേടാ, ഒരു ഫുൾ വ്യൂ എടുക്കട്ടെ എൻ്റെ കൊച്ചിൻ്റെ. നല്ല ഉടുപ്പാണ് കേട്ടോ. അനി കിഡ് തന്നെയാ, അമ്മയുടെ കിഡാണ് അനി, അമ്മയുടെ ഫസ്റ്റ് കിഡാണ് അനി. അനിനെ കുഞ്ഞിലെ വളർത്തിയത് അമ്മയാ, കുളിപ്പിച്ചത് അമ്മയാ, ഫുഡ് കൊടുത്തത് അമ്മയാ, ഉറക്കിയത് അമ്മയാ. ഇത് ഗീതുവല്ലേ? ഗീതു അപ്പൊ നമ്മുടെ പരിപാടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇനി ഒരു ഓണപരിപാടി വേറെ എവിടേക്ക് നടക്കുമ്പോ നമ്മുടെ പരിപാടി ആയിരിക്കണം മുൻപന്തിയിൽ എന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തോടെ, ഉള്ളിൽ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനും ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. താങ്ക് യു ഗീതു. വൺസ് അഗൈൻ ഗീതു പറഞ്ഞ പോലെ എല്ലാവരും പ്രസന്നവദനായിട്ടിരിക്കുക. നിങ്ങളുടെ മുഖം ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരിപാടികൾ നമ്മൾ ടൈമിൽ തന്നെ തുടങ്ങുകയാണ്. വൈകി പോയതുകൊണ്ട് തന്നെ ഐറൂട്ടിക്ക് ഇന്ന് താലപ്പൊലിക്ക് കയറാൻ പറ്റില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ കുറച്ച് വൈകി പോയെങ്കിലും അവൾക്കും അവസാന ഭാഗത്തൊക്കെ കൂടാൻ പറ്റിയേട്ടോ. അവള് കയറിയിട്ടതാ താലപ്പൊലിയൊക്കെ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം. കൂടെ നമ്മുടെ ബിയക്കുട്ടിയും ഐലീനും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ബ്രൈഡൽ ഷോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ വരാനിരിക്കുന്നത് വെറും വസ്ത്രങ്ങളും ആഭരണങ്ങളും മാത്രമല്ല, ഒരു വധുവിന്റെ സ്വപ്നങ്ങളും സൗന്ദര്യവും ആത്മവിശ്വാസവും അതെല്ലാം കൂടി ചേർന്ന ഒരു ആഘോഷമാണ്. ഓരോ വേഷവും ഓരോ ചുവടും ഓരോ പുതുമയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ മായാജാലത്തിലേക്ക് ആസ്വദിക്കാം. ഇത്തവണ എമ്മയുടെ ഓണപരിപാടി സ്റ്റാർട്ട് ചെയ്തത് ബ്രൈഡൽ ഷോ കോൺടെസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. എനിക്കറിയാവുന്ന ചേച്ചിമാരും കുട്ടികളും ഒക്കെയാണ് പങ്കെടുത്തത്. ബ്രൈഡൽ ഷോ കോൺടെസ്റ്റ് മാത്രമായിട്ട് ഒരു ഫുൾ വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്തേക്കാട്ടോ. ഇതിലെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോവും. അതും മാത്രമല്ല, അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഈ പെർഫോമൻസസ് എല്ലാം ഒന്ന് കാണണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ബ്രൈഡ്സിന്റെ ഒരു റാമ്പ് വാക്കും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ഉറ്റുനോക്കിയ ആ ഓണസദ്യ വന്നെത്തിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സദ്യയോടൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്റെ ചെറുപ്പത്തിൽ. കാരണം ഞാൻ അധികവും നോൺ വെജ് മാത്രം കഴിക്കാൻ ആഗ്രഹിച്ച ഒരാളായിരുന്നേ. പക്ഷെ ഹിന്ദുക്കളുടെ ഒക്കെ കല്യാണത്തിന് കിട്ടുന്ന ആ ഒരു സദ്യയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അവരുടെ പരിപ്പും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ചോറിന്റെ കൂടെ കഴിക്കുന്ന ആ ഒരു സംഭവം, ഓ എന്റെ ദൈവമേ, വേറെ ഒന്നും കാണാൻ പറ്റൂല എന്ന് പറയുന്നത് പോലെ എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അത്. പണ്ടൊക്കെ നാട്ടില് നമ്മുടെ വീടിന്റെ ചുറ്റും ഹിന്ദുക്കൾ ഉണ്ടായിരുന്നോണ്ട് എപ്പോഴെങ്കിലും ഒക്കെ സദ്യ കിട്ടുമായിരുന്നേ. അതുകൊണ്ട് തന്നെ അതിന്റെ വിലയൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 16 വർഷമായിട്ട് നന്നായിട്ട് അതിന്റെ വില അറിയുന്നുണ്ട്. സദ്യയൊക്കെ കഴിക്കാൻ കൊതിയായിട്ട് പാടില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു സദ്യയാണ് കേട്ടോ ഇപ്പൊ ഈ ഓണത്തിന് കിട്ടുന്നതെന്ന് പറയുന്നത്. ഈ വർഷവും അങ്ങനെ അത് ഗംഭീരമായിട്ട് അങ്ങ് കഴിഞ്ഞു. സദ്യ കഴിഞ്ഞത് മാവേലിയെ വരവേൽക്കുന്ന ചെണ്ടമേളവും പുലികളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ആഘോഷം അത് വേറെ തന്നെ വൈബാണ്. ഇവിടെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തിയ ഒരു കുഞ്ഞാഘോഷം അതും ഗംഭീരമായിട്ട് പൊളിച്ചു. കലാപരിപാടികളുടെ മേളം തന്നെയായിരുന്നു എന്ന് പറയാം. എനിക്കും ഈ പ്രാവശ്യം അങ്ങനെ 2 ടീമിന്റെ കൂടെ കളിക്കാൻ ഭാഗ്യം കിട്ടി. അപ്പൊ എന്നെ കളിക്കാൻ കൂടെ വിളിച്ച എല്ലാ ചേച്ചിമാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഡാൻസുകളും പാട്ടുകളും ഒക്കെ ഉണ്ടായി. ഒപ്പം ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ പാട്ടുകൾ ഉണ്ടായി. എല്ലാം നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിട്ടോ. അപ്പൊ അങ്ങനെ കുറെ നല്ല ഓർമ്മകളുമായി ഇനി അടുത്ത ഓണത്തിനായിട്ട് കാത്തിരിക്കാം അല്ലെ. ഇതാണ് എന്റെ സ്മ ചേച്ചി, ഡാൻസ് ലാബിലെ ചേച്ചി. എന്നെ ഡാൻസ് പഠിപ്പിച്ച് എന്നെ അത്രയും കളിപ്പിച്ച്
താങ്ക് യു ഫോർ ആക്സെപ്റ്റിംഗ്. അടിപൊളി, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതിന്. അപ്പൊ ഇതാണ് സ്മ ചേച്ചി. ബാക്കി എല്ലാവരും പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. താങ്ക് യു. അപ്പൊ താങ്ക് യു. ഞങ്ങൾ എമ്മയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും പോവുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ അപ്പ അമ്മ. ഞാനും അപ്പം വീണ്ടും ഒരുമിച്ചാണെന്ന്, ഞാനും അമ്മയും ഇന്ന് ഒന്നിച്ചാണെന്നൊക്കെ. എൻ്റെ പച്ച ബ്ലൗസ് മാറി കറുത്ത ബ്ലൗസ് ആയിരുന്നു മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഡാൻസിന് വേണ്ടി മാറിപ്പോയതാന്നൊക്കെ. എൻ്റെ കുഞ്ഞു പെണ്ണ്. എന്തായാലും എൻ്റെ ചിക്കുനങ്ങളെ എടുത്തിട്ട് ഞങ്ങൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ പൊന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കുറേ ഒന്നും പരിപാടി മിസ്സായി, ഡ്രസ്സ് ചേഞ്ചിനും അതിനും ഇതിനൊക്കെ പോയപ്പോഴത്തേക്കും മിസ്സായി. എനിവേസ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഈ ഒരു ഓണപരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. ബൈ.